ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NKL EDITS. NKL EDITSൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു അടിപൊളി തംബ്നെയിൽ, അതായത് നമ്മുടെ ഇൻസ്റ്റാ വീഡിയോക്കൊക്കെ വെക്കാൻ കഴിയുന്ന അടിപൊളി തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ Alightmotion ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ 2 ഇമേജ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജും ശേഷം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞ ഒരു ഇമേജും ആക്കിയിട്ട് ഞാൻ ഇതുപോലെ 2 ഇമേജ് ഞാനിപ്പോൾ ഇവിടെയൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്കാണ് നമ്മൾ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നത്. ആദ്യം നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ശേഷം ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ സെലക്ട് ചെയ്തിട്ട് എഫക്റ്റ് പോവുക, ഏഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് ഈ ഒരു സോൾഡ് കളർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം അതിൻ്റെ കളർ വന്ന് വൈറ്റ് ആക്കി കൊടുക്കാം. ശേഷം ബാക്ക് വരാം. ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരാം. ശേഷം ബാക്ക് വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ ലഭിച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ ആ ഒരു ലെയർ തന്നെ വീണ്ടും സെലക്ട് ചെയ്യുക. ബോർഡർ ആൻഡ് ഷാഡോയിൽ പോയിട്ട് ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കാം. ശേഷം പൊസിഷനിൽ വന്നിട്ട് അതിൻ്റെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ 0 ആക്കിയിട്ട് അതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യുക. ഒരു 40-45 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഒരു 43 ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറക്കണം എന്ന് പറഞ്ഞാൽ കുറക്കുക. ഓക്കെ, ഞാൻ ഈ ഒരു റേഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ബാക്ക് വരാം. ശേഷം അതിന് മുകളിലുള്ള ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ ഈ ഒരു ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക. പൊസിഷനൊക്കെ 0 ആക്കി കൊടുക്കുക. ശേഷം സൈസ് നമ്മളൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യണം. അതിന് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വന്നതിന് ശേഷം കളർ ആൻഡ് ഫില്ലിൽ പോയിട്ട് അതിൽ ഈ ഒരു ഗ്രേഡിയൻ്റ് കളർ സെലക്ട് ചെയ്യുക. ശേഷം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ കളർ മാറ്റി. ഇവിടെ ബ്ലാക്കില്ല കളർ വന്ന് നമ്മൾ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആക്കി കൊടുക്കുക. നമ്മൾ ഈ ഒരു വൈറ്റ് കളർ ബ്ലാക്കും ആക്കി കൊടുക്കാം. ശേഷം ബാക്ക് വരാം. ശേഷം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. താഴേക്കൊക്കെ സെറ്റ് ചെയ്ത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം ബാക്ക് വരാം. അപ്പോൾ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഓവർലേ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ഓവർലേ എന്ന് പറയുന്നത്. ഇതാണ് ആ ഒരു ഓവർലേ. നമ്മുടെ മുമ്പത്തെ എഡിറ്റിന് യൂസ് ചെയ്ത അതേ ഓവർലേ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം ഈ ഓവർലേ വന്ന് നമ്മൾ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് സ്ക്രീൻ സെറ്റ് ചെയ്യുക. ശേഷം ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് ഒന്ന് സ്കെയിലൊക്കെ ചെയ്ത് നമ്മളിതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്ത ഇമേജ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് അതിൻ്റെ വാല്യൂ ഒന്ന് ഒരു 60 ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. 60 നിങ്ങൾക്ക് കൂട്ടണം എന്നാണ് കൂട്ടുക. ഒരു 74 ആ ഒരു റേഞ്ചിലൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബോറാവാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് കുറച്ചും കൂടി ഞാൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഓവർലൈൻ കൂടി ആഡ് ചെയ്യണം. അത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയാസിൽ പോയിട്ട് ഈ ഒരു ഓവർലൈൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതൊന്ന് സൂം ഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ വെക്കാം. ഞാൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് വെക്കുന്നത്. നിങ്ങൾ പ്രിവ്യൂ കണ്ടപ്പോൾ കണ്ട മാതിരി ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ വെക്കുന്നത്. ഓക്കെ, ഇതുപോലെയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് പോയിട്ട് നമ്മൾ ഇവിടേക്ക് ടെക്സ്റ്റ് സെറ്റ് ചെയ്യാം. ഇവിടെ ദുൽഖർ സൽമാൻ എന്നായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ദുൽഖർ എന്ന് എഴുതിയിട്ടുണ്ട്. ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ട് ഞാൻ ഈ ഒരു ടെക്സ്റ്റാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ടെക്സ്റ്റാണ് എടുക്കുന്നത്. ശേഷം അതിൻ്റെ സൈസ് വന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കളർ വന്ന് ഞാൻ വൈറ്റ് ആക്കുന്നുണ്ട്. നമുക്ക് കളർ പിന്നീട് മാറ്റാനുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ വൈറ്റ് ആക്കി കൊടുക്കുന്നതെന്ന് മാത്രം. ശേഷം നമ്മൾ ഇവിടെ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ കറക്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക.
സ്കെയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ശേഷം ആ ഒരു സ്കെയിൽ ടൂളിൻ്റെ താഴെയായിട്ട് വന്നിട്ട് ഈ ഒരു ടൂൾ ഉണ്ടാവും. ഈ ഒരു ടൂളിൽ നമ്മൾ ഈ ഒരു വൈയുടെ വാല്യൂ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ച് സെറ്റ് ചെയ്യുക. ശേഷം സൂമും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. റൊട്ടേറ്റ് ചെയ്യണ്ട. സൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ സെറ്റ് ചെയ്യുക. ശേഷം ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ ഒരു കളറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിന് ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് ഈ ഒരു കളറ് ഗ്രേഡിയൻറ്റ് കളർ സെലക്ട് ചെയ്യുക. ശേഷം ഇതുപോലെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. മുകളിലും താഴെയായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിലെ കളർ വന്ന് വൈറ്റും താഴത്തെ കളർ വന്ന് ഈ ഒരു ഗ്രേ കളർ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ശേഷം ബാക്ക് വരാം. ശേഷം ഫുള്ളായിട്ട് ബാക്ക് വന്നിട്ട് നമുക്കിതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് അടുത്ത ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റ് ആണെങ്കിലും ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നിക്കിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം നെയിമോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുവരെ ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ. സൂം ഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ശേഷം ഞാനിവിടെ ബോർഡർ ആൻഡ് ഷാഡോയിൽ വന്നിട്ട് ഷാഡോ എനേബിൾ ചെയ്തോട്ട് വെക്കുന്നുണ്ട്. കുറച്ച് വാല്യൂ ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ ഈ ഒരു കോപ്പി ചെയ്ത ഈ ഒരു ലെയറും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് ഞാൻ ഷാഡോ എനേബിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതുപോലെ എനേബിൾ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് വീണ്ടും ഒരു ഇമോജി ആഡ് ചെയ്യണം. ഇനി ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയാസിൽ പോയിട്ട് ഈ ഒരു കിരീടത്തിൻ്റെ ആ ഒരു ഓവർലേയും കൂടി നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഒരു ഓവർലേയും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ട്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. എല്ലാ ഓവർലേയും നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ട്. ഓക്കെ. ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇത് നിങ്ങൾക്ക് ഇനി വേറെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു 2 ടെക്സ്റ്റും ചേർത്ത് ഒന്ന് ഗ്രൂപ്പ് ചെയ്യുക. ശേഷം ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ബ്ലറ് പോയിട്ട് ഗ്ലൂഷൻ ബ്ലറ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്ക് വന്നിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ അതിൻ്റെ വാല്യൂ ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഷൈനിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും ആ ഒരു ടെക്സ്റ്റ്. ഓക്കെ. ഇതുപോലെ ഷൈനിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ടെക്സ്റ്റ് ഉപയോഗിക്കാം. ടെക്സ്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റിലേക്ക് മാറ്റി ചെയ്താൽ അതുപോലെ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ നിങ്ങൾ മാറ്റുന്നതാണ്. ഓക്കെ. കുറച്ച് കുറച്ച് ബോണ്ടായിട്ടുള്ള കളർ ഞാൻ ടെക്സ്റ്റ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. ഓക്കെ. കണ്ടില്ലേ? ഇതുപോലുള്ള ടെക്സ്റ്റ് വേണമെങ്കിൽ ഇതും നിങ്ങൾക്ക് എടുക്കാം. ശേഷം ഈ ഒരു ഇമോജിയൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ. ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളിതാ ഫൈനലി നമ്മുടെ ടെക്സ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു CC ആഡ് ചെയ്യണം. ഞാനപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ ഒരു CC ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു CCയും കാര്യങ്ങളൊക്കെ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. ഓക്കെ. CCയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫൈനലി നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻസ്റ്റഗ്രാം കവർ പിക്ക്. അപ്പം നമുക്കിതൊന്ന് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നമുക്കൊന്ന് നോക്കാം. നമുക്കൊന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിക്ചർ എങ്ങനെയാണ് ക്വാളിറ്റി കൂട്ടേണ്ടതെന്നൊക്കെ അറിയാമെന്ന് തോന്നുന്നു. റെമിനി എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ആ ഒരു റെമിനി എന്ന് പറഞ്ഞ ആപ്പിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാൻ കഴിഞ്ഞാണ്. ഓക്കെ. അപ്പോൾ ഞാനൊന്ന് ക്വാളിറ്റി കൂട്ടിയിട്ടുള്ള പിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ. ഇതിലിതാ നമ്മൾ ഈ ഒരു ഇമേജ് എടുക്കുക. ശേഷം നമ്മളിത് ഇവിടെ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒന്ന് ക്വാളിറ്റി കൂട്ടി കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇതാ ഫൈനലി നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഫുള്ള് വർക്ക് ചെയ്ത ഒരു ക്വാളിറ്റിയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ
ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ഇടുമ്പോൾ ഇതുപോലുള്ള കവർ പിക്കൊക്കെ ചെയ്തിടുമ്പോൾ ആൾക്കാരെ കൂടുതൽ അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ മെറ്റീരിയലും നമ്മുടെ ടെലഗ്രാമിലുണ്ടാവും. CCയുടെ ലിങ്ക് മാത്രം ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് NKL എഡിറ്റ്സ് സൈനിങ് ഓഫ്.